അപ്പോൾ നമുക്കിനി വിവിധ മേഖലകളിലേക്ക് വിശദമായി തന്നെ കടക്കാം. ബജറ്റുമായി ബന്ധപ്പെട്ട് ഓരോ ഇടത്തും എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, പ്രതീക്ഷകൾ നിറവേറിയോ? ദീപക് ധർമ്മടം ചേരുകയാണ്. ദീപക്, ഈ സർക്കാർ വന്ന ശേഷമുള്ള ഏറ്റവും വലിയ ജനകീയ പ്രഖ്യാപനം ഈ പ്രിയദർശിനി KSRTCയിലെ സൗജന്യ യാത്രയായിരുന്നു. അത് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ പ്രതികരണങ്ങൾ വന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. ആ നിലയിലുള്ള പരിഗണന ഉണ്ടായില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ബജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ, തഴുകലുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. വടക്കൻ കേരളം ഏത് നിലയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്? ലൈറ്റ് മെട്രോ ഒക്കെ വരുമ്പോൾ അതിലൊന്ന് കോഴിക്കോട് പരിഗണിക്കുന്നുണ്ട്. അതിനപ്പുറം എന്തൊക്കെയുണ്ട് മലബാറിനായി ബജറ്റിൽ? അഷിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ പ്രതീക്ഷയായിരുന്നു മലബാറിന്. VD വിസ്മയമായി ഈ ബജറ്റിൽ, ആദ്യ ബജറ്റ്, കന്നി ബജറ്റിൽ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ എന്നാൽ അത്രമേൽ വലിയതൊന്നും കിട്ടിയില്ല. നേരത്തെ അഷിത പറഞ്ഞതുപോലെ ഈ തല്ലലില്ല, തലോലിടലില്ല ഒരു ബജറ്റാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ മലബാർ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ അത്രമേൽ പരിഗണിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തു പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിലങ്ങാട് പാക്കേജാണ്. വിലങ്ങാട് പുനരധിവാസത്തിന് വേണ്ടി 5 കോടി തുക വകയിരുത്തിക്കൊണ്ടുള്ള പാക്കേജ് വന്നിരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് മെട്രോയിൽ തിരുവനന്തപുരം, കോഴിക്കോടും കൂടി വരുന്നു എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക മേഖലയിൽ 50 കോടി വകയിരുത്തിക്കൊണ്ട് MTക്ക് ഒരു സ്മാരകം കോഴിക്കോട് വരുന്നു, ഒരു പാർക്ക് വരുന്നു. ആ പാർക്കാണെങ്കിൽ ജെൻസി ഷോർട്ട് ഫിലിം പോലും പ്രദർശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫോ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്നുള്ള നിലയിലാണ് അത് വരുന്നത്. അതൊരു ഏറെ സ്വാഗതാർഹമായ കാര്യമാണ്. മാത്രമല്ല MTയുടെ മകൾ അശ്വതി 24നോട് സംസാരിച്ച സമയത്തും അതിൽ വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കലയ്ക്കുമെല്ലാം പിന്തുണ നൽകുന്ന ഒരു വലിയ പദ്ധതി എന്നുള്ള നിലയിൽ. എന്നാൽ അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന മലബാറിലെ പരമ്പരാഗത തൊഴിൽ, അതായത് ബീഡിത്തൊഴിൽ, അതുപോലെ തന്നെ കൈത്തറി തൊഴിൽ, ഇത്തരം മേഖലയിലേക്ക് ഇതുവരെ ലഭ്യമായ ബജറ്റ് വിവരം വെച്ച് വലിയ രീതിയിൽ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ കോഴിക്കോട് സൈബർ പാർക്കിൻ്റെ വികസനം ഉണ്ടാകും. ഇപ്പോൾ ഈ ലോകകപ്പിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ആരാധകരെ കയ്യിലെടുക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് മലബാറിലേക്ക് ഒരു വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നു എന്നുള്ളതാണ്. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. മിക്കവാറും അത് മലപ്പുറത്താവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കോഴിക്കോട് അത്തരത്തിലുള്ള സ്ഥല ലഭ്യതയുടെ പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട്. പക്ഷേ എന്നാൽ അതിനും 50 കോടി മാത്രമാണ് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. കാസർഗോഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു കരുതലിൻ്റെ കരം എത്തിയിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ വർഷങ്ങളായി പറയുന്നതാണ്. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി അവരെ ഏറ്റെടുക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ എന്നാൽ തുക എത്രയാണെന്ന് വിലയിരുത്തിയിട്ടില്ല. മഞ്ചേശ്വരം താലൂക്കിലെ ടവർ, പുതുതായിട്ടൊരു റവന്യൂ ടവർ വരുന്നു എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസവും നമ്മുടെ ലേഖകൻ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തതാണ് പ്രദീപ്. അതായത് അവിടുത്തെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് പേരിന് മാത്രമാകുന്നു എന്നുള്ളതാണ്. ആ ജനറൽ ആശുപത്രിയുടെ നിലവാരത്തിൽ മാത്രം ഒതുങ്ങുന്നു. അതിന് ഒരു മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിൽ തന്നെ കാസർഗോഡേക്ക് ഒരു വലിയ ആശുപത്രി വരുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. മലപ്പുറത്ത് താലൂക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, അതുപോലെ തന്നെ ഒരു ക്യാൻസർ സെൻറ്റർ, അതുപോലെ മലപ്പുറം സിവിൽ സ്റ്റേഷന് 10 നിലകളിലുള്ള ഒരു റവന്യൂ ടവർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും മലബാർ വലിയ രാഷ്ട്രീയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ VD സർക്കാർ വരാൻ നൽകി. അത്രമേൽ വലിയ പിന്തുണ ഇങ്ങോട്ട് ബജറ്റ് രൂപത്തിൽ സമ്മാനമായി എത്തിയില്ല എന്നതാണ് പൊതുവിൽ വിലയിരുത്താവുന്നത് നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.